ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ കേവലം ഇസ്രായേൽ പട്ടാളക്കാരോ പൗരന്മാരോ മാത്രമല്ല, മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദേശ പൗരന്മാർ നേരിട്ട് പങ്കെടുത്തു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ആളുകൾ ഇസ്രായേൽ സൈന്യത്തോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തതായാണ് വിവരം. അവരിൽ ചിലർ ഇപ്പോഴും ഫലസ്തീനിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അൽ ജസീറ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ആളുകളാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമായി ഗസ വംശഹത്യയിൽ പങ്കെടുത്തത്. ഇത് വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ വിദേശ നയങ്ങളെയും വരും കാലത്ത് വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന ഒന്നാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അൽ ജസീറ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇസ്രായേൽ സൈന്യത്തിൽ നിലവിൽ ഏകദേശം 20,000-ലധികം വിദേശ പൗരന്മാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും ഇരട്ട പൗരത്വമുള്ളവരോ അല്ലെങ്കിൽ വിദേശത്തുനിന്ന് നേരിട്ടെത്തിയവരോ ആണ്. ഏറ്റവും വലിയ പങ്കാളിത്തം അമേരിക്കയിൽ നിന്നാണ്. ഏകദേശം 10,000-ഓളം അമേരിക്കൻ പൗരന്മാരാണ് ഗസയിലെ സൈനിക നീക്കങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നത്. ഇതിനു പുറമെ ഫ്രാൻസിൽ നിന്ന് ഏകദേശം 4,185 പേരും ബ്രിട്ടനിൽ നിന്ന് 100 കണക്കിന് ആളുകളും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും ഗസയിലെ കരയുദ്ധത്തിലും വ്യോമാക്രമണങ്ങളിലും നേരിട്ടിടപെടുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വെറും സൈനിക സേവനത്തിനപ്പുറം ഗസയിലെ ജനവാസ മേഖലകളിലെ തെരച്ചിലുകളിലും തടവുകാരെ പാർപ്പിക്കുന്ന കേന്ദ്രങ്ങളിലെ മേൽനോട്ടങ്ങളിലും യുദ്ധമുഖത്തെ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലും ഇവർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെയാണ് ലോകം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുന്നത്. യുക്രൈനിലേക്ക് പോകുന്ന വിദേശ പോരാളികളെ ഹീറോകളായി ചിത്രീകരിക്കുകയും മറ്റ് രാജ്യങ്ങളിലെ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നവരെ ഭീകരവാദികളായി മുദ്രകുത്തുകയും ചെയ്യുന്ന ഇതേ രാജ്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി പോരാടാൻ പോകുന്ന സ്വന്തം പൗരന്മാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയരുമ്പോഴും സ്വന്തം പൗരന്മാർ ആ വംശഹത്യയിൽ പങ്കാളികളാകുന്നത് തടയാൻ പാശ്ചാത്യ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല എന്നതും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ സൈനിക പങ്കാളിത്തത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ദക്ഷിണാഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർ ഇസ്രായേൽ സൈന്യത്തിൽ ചേരുന്നതിനെതിരെ കർശന നിയമ നടപടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി തന്നെ നിരീക്ഷിച്ച പശ്ചാത്തലത്തിൽ ഈ വിദേശ പൗരന്മാരെ യുദ്ധക്കുറ്റവാളികളായി വിചാരണ ചെയ്യപ്പെടണമെന്ന ആവശ്യവുമായി ഫ്രാൻസിലും ബ്രിട്ടനിലും മനുഷ്യാവകാശ സംഘടനകൾ കോടതികളെ സമീപിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷകരും വിവിധ അന്താരാഷ്ട്ര നിയമവിദഗ്ധരും ഇതിനെ ഗൗരവതരമായ നിയമലംഘനമായാണ് കാണുന്നത്. തങ്ങളുടെ പൗരന്മാർ ഗസയിൽ നടത്തുന്ന ക്രൂരതകളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അഭിമാനപൂർവ്വം പങ്കുവയ്ക്കുമ്പോഴും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മടിക്കുന്ന സർക്കാരുകൾക്ക് മുന്നിൽ ഇത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. സ്വന്തം രാജ്യത്തെ പൗരന്മാർ വിദേശത്ത് പോയി നടത്തുന്ന ഈ അക്രമങ്ങളെ തടയാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാകാത്തത് ആഗോള നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന വിമർശനം ലോകമെമ്പാടും ശക്തമായിട്ടുണ്ട്. ചുരുക്കത്തിൽ അൽ ജസീറ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ലോക രാഷ്ട്രീയത്തിന്റെ പുതിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്ന സ്വന്തം പൗരന്മാരുടെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പുലർത്തുന്ന വിവേചനവും ഇരട്ടത്താപ്പും അവരുടെ തന്നെ രാഷ്ട്രീയ പതനത്തിന് കാരണമായേക്കാം. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനത്തിന് കൂട്ടുനിൽക്കുന്നവർ വരും കാലങ്ങളിൽ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളെയും ആഗോള പ്രതിഷേധങ്ങളെയും നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്.